ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ട്രിപ്പിൾ ഐ ACCA. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫൈനാൻഷ്യൽ റിപ്പോർട്ടിംഗ് പേപ്പറിൽ ഡീൽ ചെയ്യുന്ന IAS 37 എന്ന് പറയുന്ന സ്റ്റാൻഡേർഡിൽ ഡീൽ ചെയ്യുന്ന പ്രൊവിഷൻ എന്ന് പറയുന്ന ടോപ്പിക്കാണ്. സോ ഈ ഒരു ടോപ്പിക്ക് എടുക്കുന്നതിന് മുന്നേ ഇതുപോലെയുള്ള കൂടുതൽ ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി സബ്സ്ക്രൈബ് അവർ ചാനൽ. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ നമ്മളിപ്പോൾ ഒരു ബിസിനസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ബിസിനസ്സിൽ ഒരുപാട് എക്സ്പെൻസസ് ഇൻകർ ആവുന്നുണ്ടാവും. അതിൽ മോസ്റ്റ് ഓഫ് ദി എക്സ്പെൻസസും നമുക്ക് സർട്ടൻ ആയിരിക്കും. എത്ര എമൗണ്ട് ആണ് ആ ഒരു എക്സ്പെൻസിന് വേണ്ടി നമുക്ക് ഉണ്ടായത്, അല്ലെങ്കിൽ എപ്പോഴാണ് ആ ഒരു എക്സ്പെൻസ് ഇൻകർ ആവുന്നുള്ള കാര്യത്തിൽ നമുക്ക് സർട്ടനിറ്റി ഉണ്ടാവും. ബട്ട് സം ഓഫ് ദി എക്സ്പെൻസ്, ആ ഒരു എക്സ്പെൻസ് നമുക്ക് എത്ര എമൗണ്ട് ആയിരിക്കും നമുക്ക് പേ ചെയ്യേണ്ടി വരിക, അല്ലെങ്കിൽ എന്നായിരിക്കും ആ ഒരു എക്സ്പെൻസ് നമുക്ക് ഇൻകർ ആവുക എന്നുള്ള കാര്യത്തിൽ നമുക്ക് അത്ര സർട്ടനിറ്റി ഉണ്ടാവില്ല. സോ അത്തരം എക്സ്പെൻസിന് വേണ്ടിയിട്ടായിരിക്കും നമ്മൾ പ്രൊവിഷൻ ചാർജ് ചെയ്യുന്നത്. സോ അക്കോർഡിംഗ് ടു പ്രൂഡൻസ് കൺസെപ്റ്റ് നമ്മൾ ഭാവിയിൽ ഉണ്ടാകാനുള്ള ലോസസിനും എക്സ്പെൻസസിനും പ്രൊവിഷൻ ചാർജ് ചെയ്യണമെന്നുണ്ട്. സോ അതുകൊണ്ടാണ് ഈ ഒരു പ്രൊവിഷൻ നമ്മളുടെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൽ നമ്മളൊരു ലയബിലിറ്റി ആയിട്ട് കാണിക്കുന്നത്. സോ പ്രൊവിഷൻ എന്താണെന്നുള്ള കാര്യം നമുക്കൊരു എക്സാമ്പിളിലൂടെ ഡീൽ ചെയ്യാം. സോ നമ്മളുടെ കമ്പനി ഒരു ലീഗൽ കേസിൽ, കസ്റ്റമറായിട്ട് ഒരു ലീഗൽ കേസിൽ വിട്ടെടുക്കുകയാണ്. സോ ആ ഒരു കേസിൽ നമ്മുടെ ലോയേഴ്സ് നമ്മളുടെ അടുത്ത് പറഞ്ഞു, നിങ്ങൾ എന്തായാലും ഈ കേസ് തോൽക്കാനാണ് ചാൻസ് കൂടുതൽ. നിങ്ങൾ ഇൻ കേസ് കേസ് തോൽക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കസ്റ്റമറിന് ഒരു എമൗണ്ട് നഷ്ടപരിഹാരമായിട്ട് കൊടുക്കേണ്ടി വരും എന്ന് പറഞ്ഞു. സോ നമ്മളുടെ അടുത്ത് പറഞ്ഞു, നമ്മൾ എന്തായാലും ഈ ഒരു കേസ് തോൽക്കാനാണ് ചാൻസ് ഉള്ളത്. പക്ഷേ എന്നായിരിക്കും ഈ ഒരു കേസിൻ്റെ വിധി വരിക, അല്ലെങ്കിൽ എന്നായിരിക്കും ഈ ഒരു എമൗണ്ട് നമ്മൾ കൊടുക്കേണ്ടി വരിക, എത്ര എമൗണ്ട് ആയിരിക്കും കൊടുക്കേണ്ടി വരിക എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഉറപ്പില്ല. അവിടെ നമുക്കൊരു സർട്ടനിറ്റി ഇല്ല. സോ അത്തരം സിറ്റുവേഷനിൽ നമ്മൾ പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യുന്നത്. സോ പ്രൊവിഷൻ ഇസ് എ ലയബിലിറ്റി. നമുക്കറിയാം, പ്രൊവിഷൻ നമുക്ക് ഭാവിയിൽ പേ ചെയ്യേണ്ടി വരുന്ന, നമ്മളുടെ കയ്യിൽ നിന്ന് റിസോഴ്സസ് പോകുന്ന ഒരു സിറ്റുവേഷൻ ആണ്. സോ അവിടെ നമുക്ക് ലയബിലിറ്റി ക്രിയേറ്റ് ചെയ്യാം. സോ നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ പ്രൊവിഷൻ എന്താണ്? ഇസ് എ ലയബിലിറ്റി ഓഫ് അൺസർട്ടൻ എമൗണ്ട് ഓർ ടൈമിംഗ്. ഇതാണ് പ്രൊവിഷൻ്റെ ഡെഫിനേഷൻ. സോ ഇങ്ങനെ പ്രൊവിഷൻ നമ്മൾ കാണിച്ചു. ഈ ഒരു പ്രൊവിഷനെ നമ്മളുടെ അക്കൗണ്ട്സിൽ കാണിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ 3 ക്രൈറ്റീരിയാസ് സാറ്റിസ്ഫൈ ചെയ്യേണ്ട ആവശ്യമുണ്ട്. സോ എന്തൊക്കെയാണ് ആ ക്രൈറ്റീരിയാസ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ, പ്രസൻറ്റ് ഒബ്ലിഗേഷൻ ഉണ്ടായിരിക്കണം. എയ്തർ ലീഗൽ ഓർ കൺസ്ട്രക്റ്റീവ്. സോ എന്താണ് പ്രസൻറ്റ് ഒബ്ലിഗേഷൻ ഉണ്ടാവുക എന്ന് പറയുമ്പോൾ, നമുക്ക് ഇന്ന് കറൻ്റ്ലി ഈ ഒരു ഡേറ്റിൽ നമുക്ക് ആ ഒരു എക്സ്പെൻസ് പേ ചെയ്യാനുള്ള ഒബ്ലിഗേഷൻ ഉണ്ടായിരിക്കണം, ഒരു ബാധ്യത ഉണ്ടായിരിക്കണം. സോ അങ്ങനെയാണെങ്കിൽ മാത്രമാണ് നമുക്ക് ഈ ഒരു പ്രൊവിഷനെ നമ്മുടെ അക്കൗണ്ട്സിൽ കാണിക്കാൻ പറ്റുള്ളൂ. അത് ലീഗൽ ഓർ കൺസ്ട്രക്റ്റീവ് ആയിട്ട് വരുന്നതായിരിക്കണം. ലീഗൽ ഓർ കൺസ്ട്രക്റ്റീവ് ഒബ്ലിഗേഷൻ ആയിരിക്കണം. ലീഗൽ ഒബ്ലിഗേഷൻ എന്ന് പറയുമ്പോൾ നമ്മളുടെ ലോ ബ്രീച്ച് ചെയ്തതുകൊണ്ട്, അല്ലെങ്കിൽ ഒരു കോൺട്രാക്റ്റിൽ ബ്രീച്ച് ചെയ്തതുകൊണ്ട്, കോൺട്രാക്റ്റിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ബ്രീച്ച് ചെയ്തതുകൊണ്ട് നമുക്ക് വരുന്ന ഒരു ഒബ്ലിഗേഷൻ ആയിരിക്കണം. ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മളുടെ കമ്പനിയും സപ്ലയറും തമ്മിലൊരു കോൺട്രാക്റ്റ് ഉണ്ടായിരുന്നു. സോ ആ കോൺട്രാക്റ്റ് പ്രകാരം സപ്ലയർ നമുക്ക് സാധനങ്ങൾ സപ്ലൈ ചെയ്തിട്ടുണ്ട്. ബട്ട് ആ ഒരു സപ്ലൈസിൻ്റെ എമൗണ്ട് നമ്മൾ പേ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ ഈ ഒരു കോൺട്രാക്റ്റ് ബ്രീച്ച് ചെയ്യാണ് ചെയ്തിട്ടുള്ളത്. സോ അതിൻ്റെ പേരിൽ സപ്ലയർ നമുക്കെതിരെ കേസ് കൊടുക്കാം. ആ ഒരു കേസിൽ നമ്മൾ തോക്കാനുള്ള ചാൻസ് ഉണ്ട്. സോ അങ്ങനെ വരുമ്പോൾ നമുക്ക് ആ ഒരു കസ്റ്റമേഴ്സിന് എമൗണ്ട് കൊടുക്കാനുള്ള, അല്ലെങ്കിൽ ഒരു ഫൈൻ ഡാമേജ് കൊടുക്കാനുള്ള ഒരു ലയബിലിറ്റി ക്രിയേറ്റ് ആവുന്നുണ്ട്. സോ അവിടെ നമുക്ക് ലീഗൽ ഒബ്ലിഗേഷൻ ഉണ്ടെന്ന് പറയാം. കൺസ്ട്രക്റ്റീവ് ഒബ്ലിഗേഷൻ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളുടെ കമ്പനി തന്നെ ഇപ്പോൾ അവിടെ ലോയോ അല്ലെങ്കിൽ കോൺട്രാക്റ്റ് ബ്രീച്ച് ചെയ്തുകൊണ്ട് വരുന്ന ഒരു ഒബ്ലിഗേഷൻ ആയിരിക്കില്ല. കമ്പനി തന്നെ ഒരു പോളിസി മെയ്ഡ് ചെയ്തിട്ട് അതിലൂടെ വരുന്ന ഒബ്ലിഗേഷനാണ് കൺസ്ട്രക്റ്റീവ് ഒബ്ലിഗേഷൻ. സോ നമുക്ക് നെക്സ്റ്റ് കൺസ്ട്രക്റ്റീവ് ഒബ്ലിഗേഷൻ എന്താണെന്ന് നോക്കാം. ഇപ്പോൾ നമ്മളുടെ കമ്പനി പറയുകയാണ്, കമ്പനി നമ്മളുടെ നേച്ചറിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ എൻവയോൺമെൻറ്റിൽ എന്തെങ്കിലും ഡാമേജ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ഡാമേജ് കമ്പനി തന്നെ കറക്റ്റ് ചെയ്തോളാം, അതിനുവേണ്ടി വരുന്ന എക്സ്പെൻസസ് കമ്പനി തന്നെ എടുത്തോളാം എന്ന് പറയുന്നുണ്ട്. സോ അത്തരം സിറ്റുവേഷനിൽ കമ്പനി ഒരു പോളിസി മെയ്ഡ് ചെയ്തതാണ്, എന്തെങ്കിലും ഡാമേജ് നമ്മുടെ നേച്ചറിൽ ചെയ്യുന്നുണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്തോളാമെന്ന്. സോ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു പ്രോബ്ലം കറക്റ്റ് ചെയ്യാനായിട്ട് കമ്പനി ബാധ്യസ്ഥനാണ്. സോ അവിടെ നമുക്ക് കൺസ്ട്രക്റ്റീവ് ഒബ്ലിഗേഷൻ. സോ ഇവിടെ കൺസ്ട്രക്റ്റീവ് ഒബ്ലിഗേഷൻ എന്ന് പറയുമ്പോൾ സെൽഫ് മെയ്ഡ് ആയിട്ടുള്ള ഒബ്ലിഗേഷൻസ് ആണ് കൺസ്ട്രക്റ്റീവ് ഒബ്ലിഗേഷൻ. ഇവിടെ നമുക്ക് ലോയിലും കാര്യങ്ങളൊന്നും പറയുന്നില്ല, ഇങ്ങനെ എന്തെങ്കിലും പൊല്യൂഷൻസ് കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങളത് കറക്റ്റ് ചെയ്യണമെന്നൊന്നും പറയുന്നില്ല. സോ സെൽഫ് മെയ്ഡ് ഒബ്ലിഗേഷൻ ആണ് കൺസ്ട്രക്റ്റീവ് ഒബ്ലിഗേഷൻ. സോ നമ്മളുടെ ഫസ്റ്റ് പോയിന്റ് എന്തായിരുന്നു? പ്രസൻറ്റ് ഒബ്ലിഗേഷൻ ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞത്. സോ നമ്മളുടെ നെക്സ്റ്റ് പോയിന്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, probable transfer of resources.
നമുക്കിങ്ങനെ ഒരു പ്രസൻറ്റ് ഒബ്ലിഗേഷൻ ഉണ്ട്. സോ ഈ ഒരു പ്രസൻറ്റ് ഒബ്ലിഗേഷനിലൂടെ നമ്മളുടെ കയ്യിൽ നിന്ന് റിസോഴ്സസ് എന്ന് ഇവിടെ പറയുന്നത് ക്യാഷ് ആണ്. സോ നമ്മളുടെ കയ്യിൽ നിന്ന് എമൗണ്ട് പോവും. ഈ ഒരു ഒബ്ലിഗേഷൻ ഭാവിയിൽ നടക്കുമ്പോൾ നമ്മളുടെ കയ്യിൽ നിന്ന് മണി പോകും എന്നുള്ള കാര്യത്തിൽ നമുക്ക് നല്ല ഉറപ്പ് വേണം. നമുക്ക് ജസ്റ്റ് ഒരു ചാൻസ് ഉണ്ടായാൽ മാത്രം പോരാ, നല്ല ഉറപ്പ് വേണം, പ്രോബബിൾ ആയിരിക്കണം. അങ്ങനെയാണെങ്കിലാണ് നമുക്ക് പ്രൊവിഷനായിട്ട് നമ്മളുടെ അക്കൗണ്ട്സിൽ കാണിക്കാൻ പറ്റുള്ളൂ. സോ നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് റിലയബിൾ എസ്റ്റിമേറ്റ് ഓഫ് amount can be made. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ആ ഒരു എമൗണ്ട് എത്രയായിരിക്കും ഈ ഒരു പ്രൊവിഷൻ നമ്മൾ കാണിക്കേണ്ടതെന്നുള്ളത് നമുക്ക് സർട്ടൻ ആയിരിക്കില്ല. അങ്ങനെ സർട്ടൻ ആയിട്ട് കാണിക്കുകയാണെങ്കിൽ നമുക്കത് എക്സ്പെൻസ് ആയിട്ട് കാണിച്ചാൽ മതി, അല്ലെങ്കിൽ ലയബിലിറ്റി ആയിട്ട് കാണിച്ചാൽ മതി. സോ ഇവിടെ നമുക്ക് എത്രയാണ് എമൗണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു ഐഡിയ ഇല്ല, പക്ഷെ നമുക്കത് എസ്റ്റിമേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റണം. നമുക്കൊരു ഊഹത്തിൽ ഇപ്പോൾ ഇത്ര എമൗണ്ട് ആവും എന്നുള്ള രീതിയിൽ നമുക്ക് എസ്റ്റിമേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റണം. സോ അങ്ങനെ എസ്റ്റിമേറ്റ് ചെയ്യുമ്പോൾ അത് റിലയബിളി നമുക്ക് എസ്റ്റിമേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണെങ്കിൽ മാത്രമാണ് നമുക്കതിനെ പ്രൊവിഷനായിട്ട് കാണിക്കാൻ പറ്റുള്ളൂ. സോ ഈ ഒരു കേസിലായിരിക്കും നമ്മൾ ഏത് എമൗണ്ടിൽ പ്രൊവിഷനെ കാണിക്കണം എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വരുന്നത്. സോ അവിടെയാണ് നമുക്ക് മെഷർമെന്റ് പഠിക്കാനുള്ളത്. പ്രൊവിഷൻ എപ്പോഴും മെഷർ ചെയ്യേണ്ടത് ബെസ്റ്റ് എസ്റ്റിമേറ്റിലായിരിക്കണം. ഇപ്പോൾ ഞാനൊരു കാര്യം പറയാം, ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഒരു കേസ് നടക്കുകയാണ്. ആ ഒരു കേസ് നമ്മൾ തോക്കുകയാണെന്നുണ്ടെങ്കിൽ 40% ചാൻസ് നമ്മൾ 10,000 റുപ്പീസ് കൊടുക്കാനാണ്. 60% ചാൻസ് നമ്മളൊരു 5,000 റുപ്പീസ് കൊടുത്താൽ മതി. സോ ഇങ്ങനത്തെ സിറ്റുവേഷനിൽ നമുക്ക് കൂടുതൽ പ്രൊബബിലിറ്റി എന്ന് പറയുമ്പോഴത്തേക്കും ചാൻസസ് ഓഫ് ഒക്കറൻസ്, ഏത് കാര്യം നടക്കാനാണ് കൂടുതൽ ചാൻസ് ഉള്ളത് അല്ലെങ്കിൽ കൂടുതൽ പ്രൊബബിലിറ്റി ഉള്ളത്, ആ ഒരു എമൗണ്ട് ആയിരിക്കണം നമ്മൾ പ്രൊവിഷനായിട്ട് കാണിക്കേണ്ടത്. സോ ഈ ഒരു സിറ്റുവേഷനിൽ 5,000 ആയിരിക്കും നമ്മൾ പ്രൊവിഷൻ എന്ന് പറഞ്ഞിട്ട് കാണിക്കുക. സോ അതാണ് പ്രൊവിഷൻ്റെ മെഷർമെൻറ്റ്. ഓക്കെ, ഇത്രയും നേരം നമ്മൾ പറഞ്ഞത് ഒരു ലീഗൽ കേസിൻ്റെ കാര്യമാണ്. സോ ഇവിടെ ലീഗൽ കേസ് വരുമ്പോൾ നമുക്ക് ആകെ ഒരു ഔട്ട്കം മാത്രമേ ഉള്ളൂ. ഒന്നെങ്കിൽ നമ്മൾ ആ ഒരു കേസ് ജയിക്കും, അല്ലെങ്കിൽ നമ്മൾ ആ കേസ് തോക്കും. ബട്ട് വേറെ സിറ്റുവേഷൻസിൽ നമുക്ക് മൾട്ടിപ്പിൾ ഔട്ട്കംസ് വരുന്ന സിറ്റുവേഷനിൽ, ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ വാറൻറ്റിയുടെ കാര്യം, നമ്മളുടെ കമ്പനി കസ്റ്റമേഴ്സിന് വാറൻറ്റി കൊടുക്കുന്നുണ്ട്. സോ ഇങ്ങനെ വാറൻറ്റി കൊടുക്കാൻ നേരത്തെ ചിലപ്പോൾ നമുക്ക് അവിടെ മൈനർ ആയിട്ടുള്ള അല്ലെങ്കിൽ ചെറിയൊരു റിപ്പയർസ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യം ഉണ്ടാവുള്ളൂ. ചിലപ്പോൾ മേജർ ഡിഫക്ട്സ് ഒക്കെ ഉണ്ടാവും, അവിടെ നമുക്ക് ആ ഒരു അസറ്റിനെ റീപ്ലേസ് ചെയ്ത് കൊടുക്കേണ്ടി വരും. സോ ഇത്തരം സിറ്റുവേഷനിൽ നമുക്ക് മൾട്ടിപ്പിൾ ഔട്ട്കംസ് ഉണ്ടാവും. ഇങ്ങനെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഔട്ട്കംസ് വരുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ടെക്നിക്കാണ്, നമ്മൾ പ്രൊവിഷൻ്റെ എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ടെക്നിക്കാണ് എക്സ്പെക്റ്റഡ് വാല്യൂ. സോ നെക്സ്റ്റ് നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത് എക്സ്പെക്റ്റഡ് വാല്യൂ ആണ്. സോ എക്സ്പെക്റ്റഡ് വാല്യൂവിൽ നമ്മൾ എങ്ങനെയാണ് മൾട്ടിപ്പിൾ ഔട്ട്കംസ് ഉള്ള സിറ്റുവേഷനിലാണ് നമ്മൾ എക്സ്പെക്റ്റഡ് വാല്യൂ യൂസ് ചെയ്യുന്നത്. നമുക്കൊരു എക്സാമ്പിളോടെ നോക്കാം എങ്ങനെയാണ് എക്സ്പെക്റ്റഡ് വാല്യൂയിലൂടെ പ്രൊവിഷൻ്റെ എമൗണ്ട് നമ്മൾ കണ്ടുപിടിക്കുക എന്നുള്ളത്. സോ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വാറൻറ്റിയുടെ കേസ് തന്നെ എടുക്കാം. നമുക്കിവിടെ എസ്റ്റിമേറ്റഡ് കോസ്റ്റ്, അത് നടക്കാനുള്ള പ്രോബബിലിറ്റി ആൻഡ് ഔട്ട്കം എന്ന് പറഞ്ഞ 3 ഹെഡിങ് കൊടുക്കാം. സോ നമുക്കിപ്പോൾ വാറൻറ്റി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ എക്സാമ്പിളിൽ മൈനർ ഡിഫക്ട്സ് ഉണ്ടാവാനുള്ള ചാൻസ് അത് നമുക്കൊരു 60% ആണെന്ന് വിചാരിക്കുക. ഇങ്ങനെ മൈനർ ഡിഫക്ട്സ് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിന് വേണ്ടി വരുന്ന ആ ഒരു ഡിഫക്ട്സിനെ റീപെയർ ചെയ്ത് കൊടുക്കാൻ വേണ്ടി നമുക്ക് വരുന്ന കോസ്റ്റ് ഒരു 2,000. ഓക്കെ, ഇനി മേജർ ഡിഫക്ട്സ് ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് 20,000 ആയിരിക്കും കോസ്റ്റ് ആവുക. സോ അതിൻ്റെ നടക്കാനുള്ള പ്രോബബിലിറ്റി എന്ന് പറയുമ്പോഴത്തേക്കും 40%. സോ ഇത്രയും ഡേറ്റ് വെച്ചിട്ട് നമ്മൾ എങ്ങനെയാണ് പ്രൊവിഷൻ്റെ എക്സ്പെക്റ്റഡ് വാല്യൂ കണ്ടുപിടിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് നമ്മളുടെ കോസ്റ്റ് ഇൻറ്റു പ്രോബബിലിറ്റി ആണ് പ്രൊവിഷൻ്റെ എക്സ്പെക്റ്റഡ് വാല്യൂ എന്ന് പറയുന്നത്. ഇവിടെ നമ്മുടെ 2,000 ഇൻറ്റു 60,000 എന്ന് പറയുമ്പോൾ 1,200 ആൻഡ് 20,000 ഇൻറ്റു 40% എന്ന് പറയുമ്പോൾ 8,000. സോ ഈ 2 ഔട്ട്കംസ് കൂടെ ആഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് 9,200 എന്ന് കിട്ടും. ഇതാണ് ഈ 9,200 ആണ് നമ്മൾക്ക് പ്രൊവിഷൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ അക്കൗണ്ട്സിൽ കാണിക്കുന്നത്. സോ എക്സ്പെക്റ്റഡ് വാല്യൂ യൂസ് ചെയ്തിട്ട് ഇങ്ങനെയാണ് നമ്മൾ പ്രൊവിഷൻസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇപ്പോൾ നമ്മൾ പ്രൊവിഷൻ എന്താണെന്നുള്ള കാര്യം പഠിച്ചു. പ്രൊവിഷനെ നമ്മൾ എപ്പോഴാണ് നമ്മളുടെ അക്കൗണ്ട്സിൽ കാണിക്കുക, അതിൻ്റെ റെക്കഗ്നിഷൻ ക്രൈറ്റീരിയ എന്താണെന്നുള്ള കാര്യം പഠിച്ചു. പ്രൊവിഷനെ ഏത് എമൗണ്ടിൽ കാണിക്കണം, പ്രൊവിഷൻ്റെ മെഷർമെൻറ്റ് എങ്ങനെയാണെന്ന് പഠിച്ചു. അതും സിംഗിൾ ഔട്ട്കംസ് ഉള്ളപ്പോഴും മൾട്ടിപ്പിൾ ഔട്ട്കംസ് ഉള്ളപ്പോഴും എങ്ങനെയാണെന്നുള്ള കാര്യം നമ്മൾ പഠിച്ചു. ഇനി നമുക്ക് ലാസ്റ്റ് ആയിട്ട് ഡീൽ ചെയ്യാനുള്ളത് പ്രൊവിഷൻ്റെ ഡി റെക്കഗ്നിഷൻ. നമ്മളിപ്പോൾ പ്രൊവിഷനെ റെക്കഗ്നൈസ് ചെയ്യാനായിട്ട് 3 ക്രൈറ്റീരിയ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഏതൊക്കെയാണത്? പ്രസൻറ്റ് ഒബ്ലിഗേഷൻ ഉണ്ടായിരിക്കണം, ലീഗൽ ഓർ കൺസ്ട്രക്റ്റീവ്.
probable transfer of resources ഉണ്ടായിരിക്കണം. ആൻഡ് ലാസ്റ്റ് കോസ്റ്റ് ക്യാൻ ബി മെഷർഡ് റിലയബിളി. യെസ്, ഈ 3 റെക്കഗ്നിഷൻ ക്രൈറ്റീരിയ ആണ് നമ്മൾ പഠിച്ചത്. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം സാറ്റിസ്ഫൈ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമുക്കപ്പോൾ പ്രൊവിഷനെ റെക്കഗ്നൈസ് ചെയ്തിട്ട് SOPLലേക്ക് കാണിക്കാം, റൈറ്റ് ഓഫ് ചെയ്യാം. സോ ഇതാണ് നമ്മളുടെ പ്രൊവിഷൻ്റെ ടോപ്പിക് എന്ന് പറയുന്നത്. സോ ഇതാണ് നമ്മളുടെ ഇന്നത്തെ ക്ലാസ്. സോ പ്രൊവിഷൻ നമുക്കൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. നിങ്ങൾ ഫൈനാൻഷ്യൽ റിപ്പോർട്ടിങ്ങിൽ മാത്രമല്ല, നിങ്ങൾ പ്രൊഫഷണൽ ലെവലിലേക്ക് പോകുമ്പോൾ SBR സ്ട്രാറ്റജിക് ബിസിനസ് റിപ്പോർട്ടിങ്ങിലും ഈ ഒരു ടോപ്പിക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. സോ ഡോണ്ട് മിസ് ദിസ് ഔട്ട്. താങ്ക് യു.